കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ ഷീറ്റ് എങ്ങനെ നമുക്ക് ഉന്നത ഗുണനിലവാരത്തിൽ കൊടുക്കാമെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് നമ്മളെല്ലാ ഷീറ്റും 4 ഷീറ്റായിട്ട് നമുക്ക് കേരളത്തിലെ 4 ഷീറ്റായിട്ടാണ് ഏറ്റവും നല്ല ഗ്രേഡ് എടുക്കുന്നത്. രണ്ടാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് 5, മൂന്നാമത്തെ ഗ്രേഡ് ISNR 20, ലൂസ്, ലോട്ട്, അങ്ങനെ വിവിധ തരം ഇനങ്ങളായിട്ടാണ് എടുക്കുന്നത്. RSS 4 ഇന്ന് 213 രൂപ വിലയുള്ളപ്പം ലോട്ടിൻ്റെ വില 191 രൂപയുള്ളൂ. അപ്പോൾ ഏകദേശം 22 രൂപയോളം 1 കിലോ ഷീറ്റിൻ്റെ പുറത്ത് കുറയുന്നു. അപ്പോൾ 100 കിലോ ഷീറ്റ് നമുക്ക് കൊടുക്കുമ്പോൾ 2200 രൂപയോളം നമുക്ക് കുറവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനിങ്ങനെ വെറുതെ 2200 രൂപ നഷ്ടപ്പെടുത്തണം? അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുത്താതെ എല്ലാം നമുക്ക് ഗ്രേഡ് ഷീറ്റായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രേഡ് ഷീറ്റ് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആസിഡ് ഒഴിക്കുമ്പം തൊട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓവറായിട്ട് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാലും റബ്ബർ ഷീറ്റ് ഉരുകാൻ കാരണമാകുന്നുണ്ട്. ആസിഡ് കുറഞ്ഞു പോയാലും റബ്ബർ ഷീറ്റ് കുറയാതിരിക്കാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആസിഡ് ഒഴിക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലർ അന്ന് തന്നെ റബ്ബർ ഷീറ്റ് അടിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ടൈമിംഗ് ആണ് നോക്കേണ്ടത്. നമുക്ക് എത്ര മണിക്കാണ് ഷീറ്റ് അടിക്കണം, എത്ര മണിക്കൂർ കഴിയുമ്പോൾ. ചിലർക്ക് ആസിഡ് ഒഴിച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴേ ഷീറ്റ് അടിക്കണം, ചിലർക്ക് വൈകുന്നേരം അടിച്ചാൽ മതി, ചിലർക്ക് ഉച്ചയ്ക്ക് അടിക്കണം, ചിലർക്ക് പിറ്റേന്ന് അടിച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ചുള്ള ആസിഡിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അപ്പോൾ 1 മണിക്കൂറിന് ഉള്ളിൽ അടിക്കുന്നവർക്ക് ഉപയോഗിക്കേണ്ട ആസിഡല്ല പിറ്റേന്ന് അടിക്കേണ്ടവർക്ക് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ആദ്യം ആസിഡ് കൂട്ടുന്നതിൻ്റെ അളവ് നോക്കാം. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അടിക്കേണ്ടവർക്കും ഉച്ചയ്ക്ക് അടിക്കേണ്ടവർക്കും വൈകിട്ട് അടിക്കുന്നവർക്കും പിറ്റേന്ന് രാവിലെ അടിക്കേണ്ടവർക്കും ഉള്ള വിവിധ ഇനം രീതിയിൽ നമുക്ക് നോക്കാം. ആസിഡ് കൂട്ടേണ്ടത് ഒരേ അളവിലാണെങ്കിലും റബ്ബർ ഷീറ്റിൻ്റെ അകത്ത് ഒഴിക്കേണ്ടത് വിവിധ തരം അളവിലാണ്. അപ്പോൾ നമ്മൾ ആസിഡ് കൂട്ടേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ 1 ലിറ്റർ കുപ്പിയിൽ നമ്മൾ 30 മില്ലി തനി ആസിഡ് ഒഴിക്കുക, ബാക്കി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെറുതെ പച്ചവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുക, വീണ്ടും ഒന്ന് കുലുക്കുക, വീണ്ടും അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരേപോലെയുള്ള മിക്സിംഗ് ആയിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് തനി ആസിഡ് എടുത്ത് ഒഴിച്ചിട്ട് വെള്ളം മൊത്തം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒഴിക്കുന്ന ആസിഡിന് വീര്യം കാണില്ല, പിന്നെ തീരാറാകുമ്പോഴായിരിക്കും ഈ വീര്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ മിക്സിംഗ് ആക്കിയിട്ട് നമ്മൾ ആസിഡ് കൂട്ടുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഷീറ്റ് അടിക്കേണ്ടവർക്ക് എത്ര മില്ലി ആസിഡാണ് ഡിഷിൽ ഒഴിക്കേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ 90 മില്ലി ആസിഡാണ് കൂട്ടിയത് ഒഴിക്കേണ്ടത് ഒരു ഡിഷിൽ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് കുറഞ്ഞ് കിട്ടും. ഉച്ചയ്ക്ക് അടിക്കേണ്ടവർ എത്ര ഒഴിക്കേണ്ടതെന്ന് പറയാം. 75 മില്ലിയാണ് ഒഴിക്കേണ്ടത്. വൈകുന്നേരമാണ് അടിക്കുന്നതെങ്കിൽ 60 മില്ലി ഒഴിച്ചാൽ മതിയായിരിക്കും. പിറ്റേന്ന് രാവിലെയാണ് നിങ്ങൾ ഷീറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു 45 മില്ലി ഒഴിച്ചാൽ മതിയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈകുന്നേരം അടിക്കുന്ന ആസിഡിൻ്റെ അളവ് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നാകുമ്പോഴത്തേക്ക് അങ്ങ് തടി പോലാവും. നമുക്ക് ഷീറ്റ് അടിക്കാൻ പറ്റത്തില്ല. അതേപോലെ കല്ല് പോലെ വളരെ പ്രയാസമായിരിക്കും. 4 ഷീറ്റ് അടിക്കാൻ വളരെ പ്രയാസമായിരിക്കും. കഴിയുന്നത് നിങ്ങൾ അന്നത്തെ ഷീറ്റ് അന്നു തന്നെ അടിക്കുന്നതായിരിക്കും നല്ലത്. ആറിയ കഞ്ഞി പഴകഞ്ഞി എന്ന് പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ. ടാപ്പിങ്ങാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചിലപ്പം ഒരു തോട്ടത്തിൽ 600 റബ്ബർ മരം ഉണ്ടെങ്കിൽ ഒരു ദിവസം 300 മരം വെട്ടി, അടുത്ത ദിവസം 300 മരമായിരിക്കും വെട്ടുന്നത്. അപ്പോൾ ടാപ്പിങ്ങുകാരൻ 300 മരം വെട്ടി പാൽ ഉറയൊഴിച്ച് വെച്ചിട്ട് അങ്ങ് പോകും. പിറ്റേന്ന് വന്നിട്ട് മറ്റേ 300 മരം വെട്ടിയതിന് ശേഷം ഈ ഷീറ്റ് അടിച്ചിട്ട് ആ ഡിഷിൽ വീണ്ടും അടുത്ത 300 മരത്തിൻ്റെ പാൽ ഉറയൊഴിച്ചിട്ട് പോകും. അപ്പം ജോലിക്കാരൻ അതൊരു എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ജോലിക്കാരൻ ഈ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് വരണം. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ 4 ഷീറ്റ് ആക്കിയെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ അന്നത്തെ ഷീറ്റ് അന്നു തന്നെ അടിക്കും. അതിനുശേഷം ഞാൻ കഴുകി ഒരു ദിവസം തണലത്തിട്ടിട്ട് 2 ദിവസം വെയിലത്തിട്ടിട്ട് പിന്നെ പുകപ്പരയിൽ ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഉള്ള ഒരു പുകപ്പരയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ആയാലും 4 ഷീറ്റായിട്ടേ മാറുകയുള്ളൂ. അല്ല നമ്മൾ ചിമ്മിനിലിട്ടൊക്കെ ഉണങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ഷീറ്റ് ആവാൻ വളരെയേറെ പ്രയാസമായിരിക്കും. നമ്മളെല്ലാം കൂടുതലും സാധാരണ കർഷകരായിരിക്കും. 50-100 മരമൊക്കെ ഉള്ളവർ, അവർക്കൊന്നും ഈ പുകപ്പര കാണില്ല. അവർ ചിമ്മിനിക്കകത്തൊക്കെ ഇട്ട് ഉണങ്ങുന്നവരായിരിക്കും. അപ്പോൾ അവരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. വലിയ കർഷകർക്ക് എന്തായാലും പുകപ്പര കാണും. അപ്പോൾ ഞാനും ഇതേപോലെ ചിമ്മിനിയിലിട്ടാണ് ഉണങ്ങുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ 4 ഷീറ്റ് ആക്കിയെടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇത് പുകയത്തിടും. ചിമ്മിനിയിലാണ് ഇടുന്നത്, നമുക്ക് പുകപ്പരയില്ല. അപ്പോൾ നമ്മൾ ചിമ്മിനിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 3 ദിവസം അവിടെ ഇട്ടതിന് ശേഷം ഈ റബ്ബർ ഷീറ്റ് എല്ലാം കൂടെ പറക്കി എടുത്തതിന് ശേഷം നോക്കും ഇതിൽ എത്ര, ഒരു 30 ഷീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് എത്ര ഷീറ്റ് 4 ഷീറ്റ് ആയിട്ടുണ്ട് എന്ന് നോക്കും. അതിൽ ഏകദേശം ഒരു 10 ഷീറ്റ് മാത്രമേ ഈ 4 ഷീറ്റ് ആവുകയുള്ളൂ. ബാക്കി ഞാൻ എടുത്ത് 20 ഷീറ്റ് എടുത്ത് വീണ്ടും പുകപ്പര ഇടും. വീണ്ടും പുകപ്പര ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ബാക്കി കുറച്ച് പച്ചയും കൂടെ നമുക്ക് ആയി കാണുമല്ലോ. ആ പച്ചയും കൂടെ ചേർത്ത് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ റബ്ബർ ഷീറ്റ് എടുക്കും. 3 ദിവസം കൂടെ എടുക്കും. അപ്പം ഈ 4 ഷീറ്റ് ആവുന്ന ഷീറ്റ് മാത്രമായിരിക്കും ഞാൻ എടുക്കുന്നത്. ബാക്കി വീണ്ടും പുകയത്ത് കയറ്റും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നമുക്ക് 4 ഷീറ്റ് ആക്കി എടുക്കാവുന്നതാണ്. സാധാരണഗതിയിൽ പാവപ്പെട്ട ഒരു കർഷകൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പുകപ്പരയിലിട്ട് ഈ ചിമ്മിനിക്കകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 30 ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മടക്കി കെട്ടി ഞാൻ കൊണ്ട് കൊടുക്കുകയാണ്. കടയിൽ ചെല്ലുമ്പം ഇവരെല്ലാം കൂടെ ചേർത്ത് ഒരു ആവറേജ് ഒരു വില കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ വളരെയേറെ നഷ്ടമായിരിക്കും ഇത്. അതായത് ഈ 4 ഷീറ്റും ലോട്ടും തമ്മിൽ ഏകദേശം 22 രൂപയുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നാമത്തെ റബ്ബർ കൃഷി നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഈ പൈസ നിങ്ങൾ വെറുതെ കളയരുത്. ഇപ്പോൾ നമുക്ക് അധികത്തിൽ കിട്ടുന്ന ഒരു വരുമാനമാണ് ഇങ്ങനെ നമുക്ക് കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പുകപ്പരയിൽ നിന്ന് ചിമ്മിനിയിൽ നിന്ന് പറക്കി എടുക്കുന്ന റബ്ബർ ഷീറ്റ് 10 എണ്ണം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ചിലപ്പം 5 എണ്ണം പൂത്ത ഷീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ആ പൂക്ക് ആ രീതിയിലും കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ആ പൂപ്പൽ ഒരു ബ്രഷ് വെച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മളൊന്ന് വെയിലത്തിട്ട് കൊടുത്താൽ മതി. ഒരു അരമണിക്കൂർ കൊണ്ട് അത് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്കത് അടുക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഈ 10 ഷീറ്റ് മതി. ആ 10 ഷീറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രേഡ് ഷീറ്റിൻ്റെ വില കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലൊരു വരുമാനം കൂട്ടാനായിട്ട് പറ്റുകയും ചെയ്യും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഷീറ്റ് പറക്കുന്നത് നമ്മൾ 4 ഷീറ്റ് ആക്കിയിട്ട് ഉടനെ തന്നെ വിൽക്കുന്നതായിരിക്കും നല്ലത്. വേനൽക്കാലത്താണെങ്കിൽ നമുക്കൊരു 1 മാസമോ 2 മാസമോ ഇരുന്നാലും കുഴപ്പമില്ല. തന്നെയല്ല നമ്മുടെ പാവപ്പെട്ട കർഷകരിൽ പൈസയും കാണത്തില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പം 10 ഷീറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തെ ചിലവിനെ കാണത്തുള്ളൂ. അപ്പോൾ അത്രയേറെ നമുക്ക് ഇപ്പം ചിലവ് വർദ്ധിച്ചിരിക്കുകയാണ്. റബ്ബർ ഷീറ്റിന് ഈ 200 രൂപ 210 രൂപ കിട്ടിയാലും അല്ല 13 രൂപ കിട്ടിയാലും നമുക്ക് സാധനം വാങ്ങിക്കുന്നതായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കിട്ടുന്നത് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 300 രൂപ പുറത്തൊക്കെ കിട്ടിയെങ്കിൽ നമുക്ക് ഈ റബ്ബർ കൃഷി കൊണ്ട് ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ മറ്റേത് കൃഷി വെച്ച് നോക്കി കഴിഞ്ഞാലും റബ്ബർ കൃഷിയാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ മറ്റേത് കൃഷിക്ക് പോയാലും നമുക്ക് ഇത്ര ഒരു വരുമാനം കിട്ടത്തുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ റബ്ബർ ഷീറ്റ് ഉന്നത ഗുണനിലവാരമുള്ളതായിട്ട് വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ റബ്ബറിന് ഓരോ ദിവസം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാപ്പിംഗ് നിർത്തിയവരുണ്ട്, നിർത്താത്തവരുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആവട്ടെ,
ഇപ്പോൾ റബ്ബർ ഷീറ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ ആരും മറക്കരുത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് റബ്ബർ കർഷകരുണ്ട്, ലക്ഷക്കണക്കിന്. അപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ നമ്മുടെ വീഡിയോ ചെല്ലുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, എല്ലാവരും ഇത് അറിയട്ടെ, എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.